Activity 12. The elephant family is in the park. Look at the pictures given below. Describe the events. ഇവിടെ താഴെ നമുക്ക് 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഒരു സംഭവമല്ല 2 സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ ഡെല്ല. Look, you can watch here what she is doing. Yes, she is swinging. Then what happened to her? Yes, she fell down. Is it? Now here let us check the mother elephant washing Della. അതൊരു സംഭവം. അതേ സമയത്ത് വേറൊന്നും കൂടെ നടക്കുന്നുണ്ട്. എന്താ അത്? യെസ്, our baby elephant was playing with ball. Then the ball got stuck on the tree. Is it? Then what happened? Yes, father elephant help him to take the ball. Is it? അപ്പോൾ 2 സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. എങ്ങനെ എഴുതാം? The elephant family was in the park. They were doing some exercise. Is it? അവർ എക്സസൈസ് ചെയ്യുകയായിരുന്നു. Then Della was swinging on a swing. Suddenly she fell into a pool of water. Her frock got wet and became muddy. The mother washed her. എന്താ? ഡെല്ല സ്വിങ് ചെയ്യുകയായിരുന്നു. സഡൻലി പെട്ടെന്ന് ഷീ ഫെൽ ഇൻ ടു എ പൂൾ ഓഫ് വാട്ടർ. അവളൊരു പൂൾ ഓഫ് വാട്ടറിൽ വീണു. ഹർ ഫ്രോക്ക് ഗോട്ട് വെറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് ബിക്കെയിം മഡി, ചളിയായി. ദ മദർ വാഷ്ഡ് ഹെർ. ദാറ്റ് വാസ് വൺ ഇൻസിഡൻറ്റ്. അതായിരുന്നു ഒരു സംഭവം. മറ്റേതോ? ദ ബേബി എലിഫന്റ് വാസ് പ്ലേയിങ് വിത്ത് എ ബോൾ. ഹിസ് ബോൾ ഗോട്ട് സ്റ്റക്ക് ഇൻ എ ട്രീ. സ്റ്റക്കായി അല്ലേ? പപ്പ, മൈ ബോൾ ഗോട്ട് സ്റ്റക്ക്, ഹി സെഡ്. അവൻ പപ്പയോട് പറഞ്ഞു ബോൾ സ്റ്റക്കായിന്ന്. ദ ഫാദർ എലിഫന്റ് ടുക്ക് ദ ബോൾ വിത്ത് എ ലോങ് സ്റ്റിക്ക്. ഒരു ലോങ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫാദർ എലിഫന്റ് ആ ബോൾ എടുത്തു. Now activity 13. Decorate the cake and color it. You can decorate this cake and color it. അപ്പോൾ ഞാനിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ ഓൾസോ യൂസ്, നിങ്ങൾക്ക് കോൺഫെറ്റീസ് ഇങ്ങനെ പാറുന്ന സംഭവങ്ങളാണ് കോൺഫെറ്റി എന്ന് പറയുക. അത് സ്പ്രിങ്കിൾസ്, അതുപോലെ തന്നെ സ്റ്റാർസ്, ഫ്ലവേഴ്സ്, ബലൂൺസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ക്യാൻഡിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തതെന്ന് you have to tell to your teacher. Okay. Now activity 14. We won't eat the cake. Let us keep it for guests. The mother said. നമ്മളിത് കഴിക്കില്ല, നമുക്ക് ഗസ്റ്റിന് കൊടുക്കണം കേക്ക് എന്ന് അമ്മ പറഞ്ഞിരുന്നു അല്ലേ? The baby elephant felt very sad. The baby elephant, he became very sad. He picked the mobile phone ആൻഡ് കോൾഡ് ഹിസ് ഗ്രാൻഡ്മയെ വിളിച്ചു. നമ്മളുണ്ടല്ലോ അമ്മ എന്തെങ്കിലും തരുന്നില്ല പറയുമ്പോൾ അമ്മമ്മയോട് പോയി പറയലില്ലേ, അതുപോലെ അമ്മമ്മയെ വിളിച്ചു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രാൻഡ്മ ആൻഡ് ബേബി എലിഫന്റ്. ഗ്രാൻഡ്മയും ബേബി എലിഫന്റും തമ്മിലുള്ള സംഭാഷണം നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? ബേബി എലിഫന്റ് ഫസ്റ്റ് ഇവിടെ നമുക്ക് എന്തായിരിക്കും പറയാ? യെസ്, ഹലോ ഗ്രാൻഡ്മ. അപ്പൊ ഗ്രാൻഡ്മ എന്ത് പറയും? ഹായ് മൈ ബേബി, വാട്ട് ഈസ് ദ മാറ്റർ? എന്താ വിളിച്ചേ അല്ലേ? ആദ്യം ഹലോ ഹൗ ആർ യു ഒക്കെ ചോദിക്കും. പക്ഷെ ഇവിടെ നമുക്ക് ഇത് തന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബാക്കിയാണ് എഴുതേണ്ടത്. ബേബി എലിഫന്റ്, ഡിഡ് യു സെൻഡ് എ കേക്ക്? അമ്മമ്മ ഒരു കേക്ക് കൊടുത്തയച്ചോ? അപ്പം അമ്മമ്മ എന്ത് പറയും? ഗ്രാൻഡ്മ എന്ത് പറയും? യെസ്, ഐ സെൻഡ് എ കേക്ക്. ദിസ് ഈസ് മൈ ഗിഫ്റ്റ് ഫോർ യു ഓൾ. യെസ്, ഞാൻ നിങ്ങൾക്കൊരു കേക്ക് കൊടുത്തയച്ചിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു സമ്മാനാണത്. ബേബി എലിഫന്റ്, ബട്ട് മോം ഈസ് ഇൻ ഗിവിങ് ഇറ്റ് ടു അസ്. പക്ഷെ അമ്മ അത് നമുക്ക് തരുന്നില്ല. അപ്പൊ ഗ്രാൻഡ്മ എന്താ പറയും? ഡോണ്ട് വറി, നിങ്ങൾ വിഷമിക്കണ്ട. ഐ വിൽ ടോക്ക് ടു ഹർ. ഞാൻ അമ്മയോട് സംസാരിക്കാം. ഓക്കെ. നൗ ആക്ടിവിറ്റി 15. The baby elephant slowly got down from the bed. The baby elephant slowly got down from the bed. Della saw this. Write the conversation between Della and baby elephant. Baby elephant മെല്ലനെ ആ രാത്രിയിൽ എഴുന്നേറ്റ് നടക്കുന്നത് ആര് കണ്ടു? നമ്മുടെ ഡെല്ല കണ്ടു. അപ്പോൾ അവരെന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? ഡെല്ല, ഹേ ബേബി, വെർ ആർ യു ഗോയിങ്? വെർ ആർ യു
ഗോയിങ് എവിടെയാ പോന്നേ? അപ്പൊ ബേബി എന്താ പറഞ്ഞു? ടു ദ കിച്ചണിലേക്ക്. ആർ യു ഗോയിങ് ടു ഈറ്റ് ദ കേക്ക്? നീ കേക്ക് കഴിക്കാൻ പോവാണോ? യെസ്, ഡോണ്ട് ടെൽ എനിവൺ. ആരോടും പറയല്ലേ. അല്ലെങ്കിൽ എന്ത് പറയാം ബേബിക്ക്? യെസ്, യു ഓൾസോ കം വിത്ത് മീ. എൻ്റെ കൂടെ വന്നോ, ചേച്ചി കൂടെ വന്നോ, അല്ലേ? അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. Now, activity 16. At night, the mother elephant also was thinking about the cake. Write down her thoughts. അമ്മക്കും കേക്ക് കണ്ടപ്പോൾ കൊതി വന്നിട്ടുണ്ടാവൂലേ? മണപ്പിച്ച് നോക്കിയതില്ലേ? അപ്പൊ എന്തായിരിക്കും അമ്മ രാത്രിയിൽ ആ കേക്കിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുക? യെസ്, ഇറ്റ് വിൽ ബി ടേസ്റ്റി. കിഡ്സ് ഓൾസോ ലൈക്ക് ടു ഇറ്റ്. കുട്ടികൾക്കും അത് തിന്നാൻ ആശയുണ്ടാവും. ഗുഡ് കളർ, നല്ല നിറമാണ് അല്ലേ? വാണ്ട് ടു ഈറ്റ് ഇറ്റ്. എനിക്കും അത് കഴിക്കണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ കേക്ക് ലുക്സ് സോ യമ്മി. ഇറ്റ്സ് കളർ ഈസ് നൈസ്. ഐ വാണ്ട് ടു ഈറ്റ് എ സ്മോൾ പീസ്. എനിക്കൊരു ചെറിയ കഷ്ണം കഴിക്കണം. ഹൗ ക്യാൻ ഐ ഈറ്റ് ഇറ്റ്? ഐ സെഡ് നോ ടു ദ കിഡ്സ്. ഞാൻ കുട്ടികളോട് പോലും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഞാൻ കഴിക്കുക? പുവർ ചിൽഡ്രൻ, ദേ ഓൾ വാണ്ടഡ് ടു ഈറ്റ് ദ കേക്ക്. പാവം കുട്ടികൾ, അവർക്കെല്ലാം കേക്ക് കഴിക്കണമെന്ന് കൊതിയുണ്ടാവും അല്ലേ? ഓക്കെ. Now, let us move to the activity 17. Here are some dialogues from the story. Who said this? Write the name of the character below each dialogue. ഇവിടെ ഒരുപാട് ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. അതാരാ പറഞ്ഞാണ് കണ്ടുപിടിച്ചിട്ട് എഴുതണം. ഓക്കെ. We need to eat less and work more. ആരാ പറഞ്ഞേ? മദർ എലിഫന്റ്. പേജ് നമ്പർ 32 ചെക്ക് ചെയ്താൽ അത് കാണാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, cake is the secret of my energy. Who said this? Baby elephant. Is it? Page number 44. Next, Mom, can we watch television? Who asked this question? Yes, Brown. You can see in page number 33. It is a sponge cake. Who said this? Yes, Luke. You can see in page number 40. The flowers on it are made of sugar. Who said this? Della. You can see in page number 40. Okay. Now, activity 18. You have read the song. If you meet an elephant, how will you sing it? If you meet another friend, add more lines to the song. നമ്മൾ ഈ സോങ് നമ്മുടെ ടെക്സ്റ്റിൽ വായിച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ വായിക്കാം. If you meet an elephant on a sunny day, what would you do? What would you say? I would say, good morning, elephant. How do you do? I'm glad to meet you, elephant. I would like to dance with you. അതുപോലെ നമുക്ക് മറ്റ് ഫ്രണ്ട്സിനെ, നിങ്ങൾക്ക് മങ്കി ആവാം, റാബിറ്റ് ആവാം, ഇനി വേറെ ആരായാലും അത് വെച്ചിട്ട് നമുക്കൊരു പോം കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ ചിലപ്പോൾ റാബിറ്റിനെ വെച്ചിട്ടൊന്ന് പാടാം. If you meet a rabbit on a sunny day, what would you do? What would you say? I would say, good morning, rabbit. How do you do? I'm glad to meet you, rabbit. I would like to hop with you. ഹോപ്പ് ആവാം, സിംഗ് ആവാം, ഡാൻസ് ആവാം, റൺ ആവാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ചേർക്കാം കേട്ടോ. ഓക്കെ. Now, activity 19. Some food habits are given below. Draw suitable emoji in each box. Good habit ആണെങ്കിൽ ഹാപ്പി ഇമോജി വരക്കണം. ഇമോജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? യെസ്. അപ്പോൾ വട്ടം വരച്ചിട്ട് അതിൽ കണ്ണൊക്കെ വരച്ച് നമ്മളിങ്ങനെ വരക്കുന്നതാണ് ഇമോജീസ്. അപ്പോൾ ഇത് ഹാപ്പി, ഇത് സാഡ്. അപ്പോൾ ഗുഡ് ഹാബിറ്റിന് നിങ്ങൾ ഹാപ്പി വരക്കണം, ബാഡിന് സാഡ് വരക്കണം. ഓക്കെ. Eating fruits and vegetables, it's a good thing. So, happy emoji. Not eating meals, ഭക്ഷണം സമയത്ത് കഴിക്കാതിരിക്കുന്നത് ബാഡ് ഹാബിറ്റ് ആണ്. സോ സാഡ് ഇമോജി. നെക്സ്റ്റ്, ഡ്രിങ്കിങ് പ്ലെന്റി ഓഫ് വാട്ടർ, ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ഗുഡ് ഇമോജി. ടോക്കിംഗ് വൈൽ ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് യെസ്, ഇറ്റ്സ് ബാഡ്. സോ സാഡ് ഇമോജി. സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടം കേട്ടോ. ഈറ്റിംഗ് ടു മച്ച്, നല്ലോണം കഴിക്കുന്നത് ബാഡ്. സോ സാഡ്. ഈറ്റിംഗ് ടു ഫാസ്റ്റ്, വേഗത്തിൽ കഴിക്കുന്നതും ബാഡ്. സോ സാഡ്. വാച്ചിങ് ടി വി വൈൽ ഈറ്റിംഗ്, ഇറ്റ്സ് ബാഡ് അല്ലേ?
ടി വി കാണുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കുന്നത് ബാഡാണ്. അതുപോലെ തന്നെ വേസ്റ്റിംഗ് ഫുഡ് കളയുന്നത്, ദാറ്റ്സ് ഓൾസോ ബാഡ്. സോ സാഡ് ഇമോജി. Now activity 20. Which food items do you like the most? Color the circles having the names of them. Add your favorite foods also. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം ഏതാണ് അതിന് നിങ്ങൾക്ക് കളർ ചെയ്യാം. പിന്നെ ഒഴിവാക്കിയിട്ടുള്ളതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഇല്ലെങ്കിൽ ഇവിടെ തന്നതിൽ ഇല്ലെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. എനിക്ക് ഈ ഫുഡ് ഐറ്റംസ് എല്ലാം ഇഷ്ടമാണ് കേട്ടോ. അതിൽ അത്ര ഇഷ്ടമല്ലാത്തത് ഉപ്പുമാവ്, ലഡു, പിന്നെ കട്ട്ലറ്റ് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടമുള്ള രണ്ടെണ്ണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ്, സോയ ഫ്രൈസ്, പിന്നെ ഫ്രൈഡ് റൈസ്, കേസരി ബിരിയാണി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം. ഇഷ്ടമില്ലാത്തത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. എന്നിട്ട് യു ഹാവ് ടു കളർ യുവർ ഫേവറേറ്റ് ഫുഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെല്ലാം ആ ഓരോ സർക്കിളിൽ നിങ്ങൾക്ക് കളർ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 21. Some events of the story Lily and the bear are given below. Arrange the events in order using arrow marks. One has been done for you. നമ്മുടെ ലില്ലി ആൻഡ് ദ ബെയർ എന്നുള്ള സ്റ്റോറി ഇല്ലേ, ഓക്കെ, അതിൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്നത്. അതിൽ ഈവൻറ്റ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ആരോ മാർക്ക് വെച്ചിട്ട് അതിനെ ബന്ധിപ്പിക്കണം. ഫസ്റ്റ് ഇൻസിഡൻറ്റ് ഏതാ ഇതിൽ? ലില്ലി സോ ദ ഫുട് പ്രിൻറ്റ്സ് ഓഫ് എ ബെയർ. ലില്ലി ബെയറിൻ്റെ ഫുട് പ്രിൻറ്റ്സ് കണ്ടു. അതിനെ ഫോളോ ചെയ്ത് ഷീ സോ എ ബെയർ ഇൻ ദ ഫോറസ്റ്റ്. അതിനെ ഫോളോ ചെയ്ത് പോയപ്പോൾ ഷീ സോ എ ബെയർ ഇൻ ദ ഫോറസ്റ്റ്. ദ ബെയർ വാസ് ക്യാരിങ് ബെല്ല. ബെയറിൻ്റെ കയ്യിൽ ആരുണ്ടായിരുന്നു? ഹെർ ബെല്ല അല്ലേ. എന്നിട്ട് എന്താ വെച്ചു, ദ ബെയർ ചലഞ്ചഡ് ലില്ലി. ബെയർ ലില്ലിയെ ചലഞ്ച് ചെയ്തു അല്ലേ. നീ പറ്റുമെങ്കിൽ ഇത് എടുത്തിട്ട് പോടുമെന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് ഹി ടുക്ക് എ സ്റ്റോൺ ആൻഡ് ക്രഷ് ഇറ്റ്. ഒരു സ്റ്റോണിട്ട് ക്രഷ് ചെയ്തു. അപ്പോൾ ലില്ലിയും ക്രഷ്ഡ് ദ ബൺ. ലില്ലി ബണ്ണ് ക്രഷ് ചെയ്തു. പിന്നെ എന്താ വെച്ചു, ക്യാൻ യു ടേക്ക് ദ ഹണിക്കോംബ്. ഹണിക്കോംബ് എടുക്കാൻ പറ്റുമോ ചോദിച്ചു അല്ലേ. ദെൻ അപ്പോൾ നമ്മുടെ ലില്ലി ആ ഹണിക്കോംബ് ഷൂട്ട് ചെയ്ത് താഴെ ഇട്ടു. ദെൻ ദ ബെയർ ത്രൂ ദ ബെല്ല ആൻഡ് റഷ്ഡ് ടുവേർഡ്സ് ദ ഹണിക്കോംബ്. ബെയർ വേഗം ബെല്ലയെ കളഞ്ഞിട്ട് ഹണിക്കോമ്പിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് സന്തോഷത്തോടെ ഹണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് എന്ത് പറഞ്ഞു, ടേക്ക് യുവർ ടെഡി അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു സ്റ്റോറി. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.